ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പാവർട്ടിയിലാണ് കേട്ടോ. പാവർട്ടി കോക്കൂര് ഭാഗത്ത്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയുടെ വീടാണ്. ഇവിടെ എൻ്റെ അമ്മമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മ ഒറ്റയ്ക്കാണ്. അപ്പം അമ്മമ്മ നല്ല സ്പെഷ്യൽ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറി വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടി കരുതിയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വറുത്തു, പിന്നെ കറിയൊക്കെ വെച്ചായിരുന്നു. അമ്മമ്മ ഞാൻ വന്നപ്പോൾ പിടിച്ചിരിക്കണ പാത്രമാണ്. അമ്മമ്മ എപ്പോഴും പാത്രം കഴുകിക്കൊണ്ടിരിക്കണം. അവിടെ പോയിരിക്കും അമ്മമ്മ, ഞാൻ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ ആള് കേൾക്കണില്ല കേട്ടോ. പിന്നെ എൻ്റെ മക്കളെന്ന് വെച്ചതാണ്ടോ ഭയങ്കര കളിയിലാണ്. എന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ ഒരു പിടിയില്ല. അവിടെ ഫുള്ള് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മിസ്യൂസ് ചെയ്യാം, സാധനങ്ങളൊക്കെ എങ്ങനെ നശിപ്പിക്കാം എന്നാലോചിച്ച് കിടക്കണം. അപ്പോൾ കറിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂത്തവന്, ചെറിയവൾ പിന്നെ തന്നെ ഫുഡ് കഴിക്കും, അവൾക്ക് അത്ര പ്രശ്നമില്ല. പക്ഷേ മൂത്ത ആൾക്ക് നമ്മൾ വാരി കൊടുക്കുക തന്നെ വേണം. അത് മിക്ക വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ അമ്മമാർക്കും അങ്ങനത്തെ അവസ്ഥ തന്നെ ആയിരിക്കും അല്ലേ. മൂത്ത ആൾക്കാർ എപ്പോഴും കുഞ്ഞു പിള്ളേരാണ്. 1.5 മണിക്കൂർ 2 മണിക്കൂറായിട്ട് അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കണം. പിന്നെ ആ പട്ടിക്കുട്ടിയാണെങ്കിൽ അവൻ്റെ നിന്ന് കിട്ടുന്നതെല്ലാം നോക്കിയിരിക്കുക. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ അറ്റത്ത് കാണുന്നുണ്ട് ഞങ്ങളുടെ കനാല്. അവിടെ ഒരു പുതിയ പാർക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ബോട്ടിങ്ങൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് കുറേ ആയി വിചാരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. കുറച്ച് വെയിലൊക്കെ ചൂടാറിയപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. എൻ്റെ ആംഗിരി അമ്മമ്മയും കുട്ടൂസിനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സുന്ദരിയൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഭയങ്കര നല്ലൊരു ഏരിയയാണ്. നമുക്കൊക്കെ ഈവനിങ്ങിനൊക്കെ അവിടുത്തെ ആളുകൾക്ക് നല്ല വൈബാണ് കേട്ടോ വന്നിരിക്കാനൊക്കെ. കണ്ടോ, ഒരു കനാലാണ് ആ കാണുന്നത് കേട്ടോ. നല്ല രസമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ വെള്ളമൊക്കെ നിറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടുന്ന് സ്ഥലം മാറി പോവാറുണ്ട്. ഇപ്പോൾ ഒരു 1 and 2 year ആയിട്ട് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ എന്ന രസകരമായിട്ടുള്ള പാർക്കാണ്. നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ അവരത് മാക്സിമം എൻജോയ് ചെയ്തു. ഇതാണ് നടാശമോൾക്ക് ഇച്ചിരി പേടിയിലായിരുന്നത് കേട്ടോ. അവൾ വേഗം അതിൻ്റെ മുന്നേ എസ്കേപ്പായി എന്തായാലും. എന്നിട്ട് വേറൊരു കൊച്ചവിടെ വന്നിരുന്നു. അവൾക്കും ഭയങ്കര പേടിയായിരുന്നു. കരച്ചിൽ തുടങ്ങി, വേഗം ഇറങ്ങിപ്പോയിട്ടോ. എന്താണെന്നറിയില്ല, കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പറ്റില്ല. എൻ്റെ മോന് പിന്നെ യാതൊരു പ്രശ്നമില്ല. ടാങ്കിനെ മോനെ കുട്ടൂസിനൊക്കെ ഞാൻ തൊട്ടൊരു മീറ്റിംഗ് പോകുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് കനാലിൻ്റെ മണ്ടിലുള്ള കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ നാളുകളായി ഒന്ന് പോയിട്ട് ഞാൻ. അപ്പോൾ അവിടേക്ക് ഇടിഞ്ഞ് കിടക്കണം. അപ്പോൾ അവിടെ പണി നടക്കുകയാണ്, റോഡ് പണി. അപ്പോൾ ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മക്കളെയും കൊണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു ആവശ്യമുള്ള സ്ഥലം തന്നെയാണ്. കാരണം കനാലാണ് തൊട്ടപ്പുറത്ത്, പിന്നെ ഇപ്പുറത്ത് പാടും. പക്ഷെ നല്ല വൈബാണ് കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ എപ്പോഴും പോയിരിക്കാറുള്ള ഒരു സ്ഥലമാണ്. മാമൻ്റെ വീട്ടിൽ പോകുമ്പോൾ മിക്കതും ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും. ഞാൻ മാമൻ്റെ വീടിൻ്റെ അന്ന് അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ല, അടുത്താണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ മാമൻ്റെ വീട് കാണാനൊക്കെ പറ്റും. ഇത് ആ കാണുന്നതാണ്ടോ ശവക്കോട്ട. ശവങ്ങളൊക്കെ ദഹിപ്പിക്കില്ലേ, അത് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം പേടിയൊന്നുമില്ല കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? നല്ല രസമല്ലേ കാണാനായിട്ട്? നല്ല രസമാണ് കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ കാണാം മീനൊക്കെ വല വീശി മീൻ പിടിക്കുകയാണ്. അപ്പോൾ എൻ്റെ 2 കിടാങ്ങളും കൂടിയിട്ട് ആ മീനെ തൊട്ട് നോക്കുന്നുണ്ട്.